ഖുർആനെ കുറിച്ച് മാത്രം പറയാൻ ചില സദസ്സുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് പ്രത്യേകം അനുഗ്രഹീതമാണ്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹീതമായിട്ടുള്ള ഒരു സദസ്സാണിതെന്ന് പറയേണ്ടി വരും. വായിക്കുക, പഠിക്കുക എന്നത് ഖുർആന്റെ പ്രത്യേകമായിട്ടുള്ള ആഹ്വാനമാണ്. അതുകൊണ്ട് ഖുർആൻ പഠന സംരംഭങ്ങളും ഖുർആൻ പഠിതാക്കൾക്കുള്ള പ്രോത്സാഹനവുമെല്ലാം ഖുർആൻ സ്നേഹികളുടെ ഹൃദയത്തിൽ നിന്നുള്ള വല്ലാത്തൊരു വികാരമാണ്. വായിക്കുക എന്ന് പറഞ്ഞ അവതീർണമായ ലോകത്തെ ആദ്യത്തെയും അവസാനത്തേതുമായ വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. വായിക്കാനും പഠിക്കാനും ഒക്കെ വേദഗ്രന്ഥങ്ങളിൽ ഉണ്ടാവും. പക്ഷെ ആദ്യത്തെ ആഹ്വാനം തന്നെ വായിക്കുക എന്നതാണ് ഖുർആനിൻ്റെത്. വിശുദ്ധ ഖുർആനിലെ അധ്യായങ്ങളുടെ ക്രമം നോക്കിയാൽ ഒന്നാമത്തെ അധ്യായമായിട്ട് സൂറത്തുൽ അലഖ അല്ല, സൂറത്തുൽ ഫാത്തിഹയാണുള്ളത്. പക്ഷെ ക്രമീകരണം അത് പ്രവാചകന് ലഭ്യമായ ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും അവതരണം വേറൊരു നിലയിലായിരുന്നു. നമുക്കറിയാം, ആ അവതരണം കൊണ്ട് ആദ്യത്തെ വചനം സൂറത്തുൽ അലഖിലെ ആദ്യത്തെ ആയാത്തുകളായിരുന്നു. യഖറ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് യഖറ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. നിന്നെ സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യരെ രക്തപിണ്ഡത്തിൽ നിന്ന് പടച്ച നാഥന്റെ നാമത്തിൽ വായിക്കുക, വായിക്കുക. നിന്റെ നാഥൻ അത്യുദാരനാണ്, പേന കൊണ്ട് പഠിപ്പിച്ച നാഥൻ. മനുഷ്യന് അജ്ഞാതമായ കാര്യങ്ങൾ മനുഷ്യരെ പഠിപ്പിച്ച നാഥൻ. ആ നാഥന്റെ നാമത്തിൽ വായിക്കുക. വായിക്കുക എന്നതാണ് ഈ ദിവ്യഗ്രന്ഥത്തിന്റെ ആദ്യത്തെ ആഹ്വാനം എന്ന് പറയുന്നത്. ഖുർആൻ എന്ന പദത്തെ വിശദീകരിക്കുമ്പോഴും വ്യാഖ്യാതാക്കളിൽ ചിലർ പറയുന്നു വായിക്കപ്പെടേണ്ടത് എന്നൊക്കെയുള്ള ആ ക്രിയയുടെ ധാതുവിൽ നിന്നാണ് ഖുർആൻ വരുന്നത്. വായിക്കപ്പെടേണ്ടത്, വായിക്കേണ്ടത് എന്നൊക്കെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടുന്ന ഗ്രന്ഥമാണ്. പക്ഷെ പ്രാവർത്തികമാക്കണമെങ്കിൽ ആദ്യം അത് വായിക്കണം, പഠിക്കണം. അപ്പൊ ഖുർആനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഖുർആൻ വായിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ഖുർആൻ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഖുർആന്റെ പഠനം, ഈ ഖുർആന്റെ ദൈവികത, ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വരുന്ന ഗ്രന്ഥമാണ്. ഇത് അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പ്രവാചകന് ലഭിച്ചിട്ടുള്ള വഹ്യാണ്. അതതിന്റെ പൂർണ്ണതയിൽ തന്നെ വഹ്യാണ്. മനുഷ്യര് പറയുന്ന ഒരു വാക്കും അതിലില്ല. അത് അള്ളാഹുവിന്റെ വാക്കുകളാണ് എന്ന് നിരന്തരമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഖുർആന്റെ പഠനം. അതിന് കേവല വായന നടത്താനല്ല ഖുർആൻ പറയുന്നത്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ എന്നാണ് ഖുർആന്റെ ചോദ്യം. അവരെ ഖുർആൻ ആഴത്തിൽ പഠിക്കുന്നില്ലേ? അവരുടെ ഹൃദയങ്ങൾക്ക് കൂട്ടിട്ടിരിക്കുകയാണോ എന്നാണ് ഖുർആൻ ചോദിക്കുന്നത്. എല്ലാവർക്കും ഖുർആനെ ഒരുപോലെ ആഴത്തിൽ പഠിക്കാൻ കഴിഞ്ഞുകൊള്ളണം എന്നില്ല. എന്നാലും കഴിവിന്റെ പരമാവധി ആഴത്തിൽ പഠിക്കുക. ഓരോരുത്തർക്കും ലഭ്യമായ ഒഴിവും ഓരോരുത്തരുടെയും കഴിവുകളും വ്യത്യസ്തമാണ്. ആ പരിമിതികളിൽ നിന്ന് തന്നെ കഴിവിന്റെ പരമാവധി ആഴത്തിൽ പഠിക്കുക. ഫത്തഖുല്ലാഹ മസ്തതഅ്തും എന്നല്ലേ? നിങ്ങൾ സാധ്യമാകുന്നിടത്തോളം അല്ലാഹുവിനെ സൂക്ഷിക്കുക. ഖുർആൻ പഠനത്തിലും അത് ബാധകമാണ്. അങ്ങനെ ഖുർആൻ നമ്മൾ പഠിക്കുമ്പോ നമുക്ക് ബോധ്യമാകുന്ന ഏറ്റവും ഗൗരവപ്പെട്ട കാര്യം എന്താണ്? ഇത് അള്ളാഹുവിന്റെ കലാമാണ്, ഇത് അള്ളാഹുവിന്റെ വചനങ്ങളാണ്. വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ. നിശ്ചയം ഇത് ലോകരക്ഷിതാവായ അള്ളാഹു ഇറക്കിയത് തന്നെയാണ്. നസല ബിഹി റൂഹുൽ അമീൻ. വിശ്വസ്തനായ ചൈതന്യം മുഖേന, ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭ്യമായ വഹിയാണിത്
ഇത് ഖുർആന്റെ പഠനം നിരന്തരമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഖുർആൻ ശക്തമായ ഒരു വെല്ലുവിളിയാണ് നടത്തുന്നത്. എന്താ ഖുർആന്റെ വെല്ലുവിളി? ലോകത്ത് ആർക്കെങ്കിലും ഇത് ദൈവികമല്ല എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ഖുർആന്റെ തുല്യമായ ഗ്രന്ഥം കൊണ്ടുവരിക. ഇനി വർത്തമാനത്തിന് വലിയ പ്രസക്തിയുണ്ട്. കാരണം ഖുർആൻ അത് മുഹമ്മദ് നബി പറയുന്ന വർത്തമാനങ്ങളാണ്. മുഹമ്മദ് നബി എവിടെന്നോ ഇന്നത്തെ ഈ നാസ്തികർ നേരത്തെ പറഞ്ഞതുപോലെയുള്ള എക്സ് മുസ്ലിങ്ങളുമെല്ലാം നിരന്തരമായിട്ട് ഖുർആനെ ഉന്നയിക്കുന്ന അത് ഏറ്റവും വലിയ ആരോപണമാണ്. എന്ന് പറഞ്ഞാൽ ഖുർആൻ എന്ന് പറയുന്ന മുഹമ്മദ് നബി എവിടെന്നോ കോപ്പി അടിച്ചു പറഞ്ഞ സംഗതികളാണ്, അത് ദൈവികമല്ല എന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ നിരന്തരമായിട്ട് ഇസ്ലാം വിരുദ്ധരുടെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ നമ്മുടെ പഠനം കേന്ദ്രീകരിക്കേണ്ടുന്ന വലിയൊരു മേഖല ഈ ഖുർആന്റെ ദൈവികത അത് തന്നെയാണ്. ഖുർആന്റെ ഇഅ്ജാസ്, അതിന്റെ അമാനുഷികത, അതാണ് ഖുർആൻ പഠിക്കുമ്പോൾ നിരന്തരമായിട്ട് നമുക്ക് ബോധ്യമാവുന്നത്. അപ്പോൾ ഖുർആൻ വെല്ലുവിളിക്കുകയാണ്, ഖുൽ ഇജ്തമഅത്തിൽ ജിന്നു വൽ ഇൻസു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആനി ലാ യഅൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ വഹീറാ. പ്രവാചകരെ, നിങ്ങൾ പറയണം, മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാൽ ഖുർആന് തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ മനുഷ്യരും ജിന്നുകളും ഒരുമിച്ച് കൂടിയാലും ഖുർആന് തുല്യമായ ഗ്രന്ഥം കൊണ്ടുവരാൻ അവർക്ക് സാധിക്കില്ല. ഖുർആന്റെ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റുന്ന ഏറ്റവും അനുകൂലമായ സാഹചര്യം ഒന്നുണ്ടായിരുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഖുർആന്റെ ഭാഷ എന്ന് പറയുന്നത് എന്നും പ്രസക്തമായ ഭാഷയാണ്. ക്ലാസിക്കൽ അറബിക് ലിറ്ററേച്ചർ പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, പരമ്പരാഗത അറബി സാഹിത്യം പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആന്റെ ഭാഷ പഠിക്കുക എന്ന് പറഞ്ഞാൽ പ്രധാനമാണ്. എന്നും അറബി ഭാഷ പഠിക്കുന്ന ആളുകൾ ഖുർആൻ ഇറങ്ങിയ കാലഘട്ടത്തിലുള്ള ഭാഷ പഠിക്കുന്നുണ്ട് പ്രത്യേകമായും. ആ കാലഘട്ടത്തിലെ കവികൾ ഇംറുൽ ഖൈസ്, അൻതറ, സുഹൈർ ഇബ്നു അബീ സൽമ, ലബീദ്, അങ്ങനെയുള്ള ധാരാളം കവികൾ, അവരുടെ കവിതകൾ, അതെല്ലാം ചേർന്ന ഒരു ഭാഷയാണ്, ആശയമല്ല ഭാഷയാണ് ഖുർആനിന്റെ ഭാഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവരെല്ലാം ഉൾക്കൊള്ളുന്നതല്ലെങ്കിൽ അവരെ ഫോളോ ചെയ്യുന്ന മറ്റു സാഹിത്യകാരന്മാരെല്ലാം ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഖുർആൻ ഈ ഗ്രന്ഥത്തിന് തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ പറഞ്ഞത്. അത് കൊണ്ടുവരാനുള്ള എന്തെന്നില്ലാത്ത ആഗ്രഹവും അവർക്കുണ്ടായിരുന്നു. കാരണം ഈ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന തൗഹീദ്, ഏകദൈവത്വ സിദ്ധാന്തം എന്ന് പറയുന്ന ഈ ഖുർആന്റെ മൗലികമായ ആശയത്തെ പരാജയപ്പെടുത്തണം. കാക്കകാരണവന്മാരായിട്ട് അവർ വിശ്വസിച്ചു പോരുന്ന കാര്യങ്ങൾ, അവരാചരിച്ചു പോരുന്ന കാര്യങ്ങൾ, അത് തന്നെയാണ് ശരി, അവരുടെ വിശ്വാസത്തിന് അപ്പുറത്തൊരു ശരികളുമില്ല എന്ന് സ്ഥാപിക്കാനുള്ള അദമ്യമായ ആഗ്രഹം ആ കാലഘട്ടത്തിൽ ആളുകൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അവരെമ്പാടും ശ്രമിച്ചുവെങ്കിലും ആ ശ്രമത്തിൽ അവർ പൂർണ്ണമായും പരാജയപ്പെടുകയായിരുന്നു. എന്നാലും ആ വെല്ലുവിളി എന്നും നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് കോവിഡ് കാലഘട്ടത്തിൽ അൾജീരിയയിൽ നിന്നൊരാള്, എക്സ് മുസ്ലിങ്ങളിൽപ്പെട്ട ഒരാള് ഖുർആന് തുല്യമായ ഒരു ഗ്രന്ഥം കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ചത്. എത്രമാത്രം പരാജയമായിരുന്നു അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആ കാലഘട്ടത്തിൽ അത് വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതാണ് ഖുർആന്റെ ഇഅ്ജാസ്, അതിന്റെ അമാനുഷികത എന്ന് പറയുന്നത്. ഇത് അല്ലാഹു പറയുന്ന വർത്തമാനങ്ങളാണ്. നിരന്തരമായ ഖുർആൻ പഠനം അത് പിന്നെയും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ വർത്തമാനങ്ങളാണ്, അല്ലാഹുവിന്റെ വചനങ്ങളാണ്. കേവല വർത്തമാനങ്ങൾ മാത്രമല്ല, ഇത് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അല്ലാഹു നൽകിയ സന്ദേശം. ആ ഒരു പ്രാധാന്യത്തോടു കൂടി ഇത് പഠിക്കണം. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി വഫീ അൻഫുസിഹിം ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അല്ലാഹു പറയാണ്, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ചക്രവാളങ്ങളിൽ നാം കാണിച്ചു കൊടുക്കും. സനുരീഹിം ആയാതിനാ ഫിൽ ആഫാഖി, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ ചക്രവാളങ്ങളിൽ നാം കാണിച്ചു കൊടുക്കും. വഫീ അൻഫുസിഹിം, അവരുടെ ശരീരങ്ങളിലും നാം കാണിച്ചു കൊടുക്കും.
ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. നിശ്ചയം ഖുർആൻ അത് സത്യമാണ്, അത് പൂർണ്ണമായും ദൈവികമാണ് എന്നവർക്ക് ബോധ്യപ്പെടുന്നത് വരെ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നാം കാണിച്ചു കൊടുക്കും. അതിലൂടെ ഖുർആൻ ഹഖാണെന്നവരെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ ഖുർആൻ പഠനങ്ങളിലൂടെ അതാണ് ബോധ്യപ്പെടുന്നത്. ഈ പ്രപഞ്ചത്തെ വായിക്കാൻ, മനുഷ്യന്റെ ശരീരത്തെ വായിക്കാനാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. വഫിൽ അർദി ആയാതുൽ ലിൽ മുഖ്മിനീൻ വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. ഭൂമിയിൽ ദൃഢവിശ്വാസികളായ ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഭൂമിയിൽ മാത്രമല്ല, അവരുടെ ശരീരങ്ങളിലും ദൃഷ്ടാന്തങ്ങളുണ്ട്. അവരെന്താണ് അത് കാണാത്തത്, ചിന്തിക്കാത്തത്, മനസ്സിലാക്കാത്തത്? ഖുർആൻ ചോദിക്കുകയാണ്. അവരുടെ ശരീരം മാത്രം നോക്കിയാൽ മതി, അവർക്ക് അല്ലാഹുവിലേക്ക്, ഖുർആനിലേക്ക് എത്തിപ്പെടാൻ കഴിയും. അല്ലാഹു പറയാം, മനുഷ്യന്റെ ശരീരം ഒരു യന്ത്രത്തെക്കാൾ 100 ഇരട്ടി മെച്ചപ്പെട്ട അവസ്ഥയാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് വിശദമായി പഠിക്കുന്ന ശരീരഘടനാശാസ്ത്ര വിദഗ്ധർ പറയാൻ. അത് ഖുർആൻ പറഞ്ഞതാണ്, അല്ലാഹു പറഞ്ഞതാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. നിശ്ചയം നാം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല ഘടനയിലാണ്. മനുഷ്യ ശരീരത്തിലെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചിരുന്ന ഒരു ഡോക്ടറായിരുന്നു പ്രൊഫസർ തഗറ്റാക്യസൻ എന്ന് പറയുന്നത്. അദ്ദേഹം ഒരേ സമയം മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് പഠിച്ചു. യാദൃച്ഛികമായിട്ട് അദ്ദേഹത്തിന് ഖുർആൻ വായിക്കാനുള്ള അവസരങ്ങളും ലഭിച്ചു. അപ്പോഴാണ് അദ്ദേഹം ഖുർആനികമായ ആശയങ്ങൾ പലപ്പോഴും മനുഷ്യ ശരീരത്തെ സംബന്ധിച്ചുള്ള തന്റെ അന്വേഷണങ്ങൾ തനിക്ക് വെളിച്ചമായി തീർന്നിട്ടുണ്ട് എന്ന കാര്യം ലോകത്തോട് പറയുന്നത്. തായ്ലൻഡിലെ ചിയാങ് മായ് യൂണിവേഴ്സിറ്റിയിലെ ശരീരഘടനാശാസ്ത്ര വിദഗ്ധനായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഫസർ തഗറ്റാക്യസൻ. അദ്ദേഹം റിയാദിൽ വെച്ച് മുസ്ലിം ആവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പഠന മേഖല എന്ന് പറയുന്നത് വേദനാ സംവേദനകളുടെ ഗവേഷണമാണ്. അതിനുവേണ്ടി അദ്ദേഹം പതിറ്റാണ്ടുകൾ ചെലവഴിച്ചു എന്നാൽ അതിനിടയിലാണ് അദ്ദേഹത്തിന്റെ ഈ ഗവേഷണം, വേദനാ സംവേദനകളെ സംബന്ധിച്ചുള്ള ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നിസായിലെ 56-ാമത്തെ വചനം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലേക്ക് വരുന്നത്. എന്താണ് അല്ലാഹു പറയുന്നത്? ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ യുസ്ലീഹിം നാറാ കുല്ലമാ നദിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ ലിയദൂഖുൽ അദാബ് ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ. ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്ന ആളുകൾ സൗഫ നുസ്ലീഹിം നാറാ, അവർ നരകത്തിൽ കത്തിയെരിയുന്നതാണ്. കുല്ലമാ നദിജത് ജുലൂദുഹും, അവരുടെ തൊലി പാകമാവുമ്പോൾ ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ, അവർക്ക് പുതിയ തൊലി പകരമായി നൽകുന്നതാണ്. നരകത്തിൽ കത്തിയെരിയുന്ന മനുഷ്യന്റെ തൊലി പാകമാവുമ്പോ അല്ലാഹു തആല പുതിയ തൊലി പകരം നൽകുന്നതാണ്. ലിയദൂഖുൽ അദാബ്, അവരെ ശിക്ഷയെ രുചിക്കുന്നതിന് വേണ്ടി. ഇന്നല്ലാഹ കാന അസീസൻ ഹകീമാ, നിശ്ചയം അല്ലാഹു തആല പ്രതാപവാനാണ്, യുക്തിജ്ഞനാണ്. മനുഷ്യന്റെ തൊലി വേദനാ സംവേദനകളാണത്. തൊലിയിൽ വേദന അറിയാനുള്ള ശേഷിയുണ്ടെന്നുള്ള കണ്ടുപിടുത്തം 20-ാം നൂറ്റാണ്ട് വരെ ലോകത്ത് ആരും വിശ്വസിച്ചിരുന്നില്ല എന്നുള്ളതാണ്. എല്ലാം തലച്ചോറ് നിയന്ത്രിക്കുന്നു, മനുഷ്യന്റെ ബ്രെയിനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലം. തലച്ചോറിൽ നിന്ന് വരുന്ന സിഗ്നലുകൾക്ക് അനുസൃതമായി എല്ലാം നിയന്ത്രിക്കപ്പെടുന്നു എന്നതല്ലാതെ തൊലിക്ക് മറ്റു വല്ല ധർമ്മവും ഉണ്ടെന്ന് മനസ്സിലാക്കാത്ത ഒരു കാലം. പക്ഷെ പിൽക്കാലത്ത് മനുഷ്യന്റെ ശരീരത്തിലെ തൊലി അതെപ്രകാരമാണ് വേദനാ സംവേദനികളായിട്ട് മാറുന്നത് എന്ന് പിൽക്കാലത്തുള്ള പഠനങ്ങളിലൂടെ തെളിയിച്ചു എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പൊള്ളലേറ്റ രോഗിയെ കൊണ്ടുവന്നാൽ മുട്ടുസൂചി കുത്തി അതല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെയ്തുകൊണ്ട് പൊള്ളലിന്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ആശുപത്രിയിലുള്ള ആളുകൾ ഉറപ്പുവരുത്തുന്നത്. അതുപോലുള്ള കാര്യങ്ങൾ നോക്കി നിങ്ങൾ. പക്ഷെ ഖുർആൻ അത് പറയാൻ വേണ്ടിയല്ല, മനുഷ്യന്റെ അനാട്ടമി പറയാൻ വേണ്ടി ഖുർആൻ പറഞ്ഞതല്ല. പരലോക വിശ്വാസവുമായി ബന്ധപ്പെട്ട, ആഖിറത്തുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ, നരകവുമായി ബന്ധപ്പെട്ട ചില വിവരണങ്ങൾ ഖുർആൻ നൽകുമ്പോ പിൽക്കാലത്ത് മനുഷ്യൻ എത്തിപ്പെട്ട പല കാര്യങ്ങളിലേക്കും ഖുർആനികമായ ചർച്ചകൾ കടന്നുപോയി. ഖുർആൻ അത് പറയാൻ, ഏതെങ്കിലും ഒരു ശാസ്ത്രകാര്യം പറയാൻ, ശരീരശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യം പറയാൻ ഒന്നും ഖുർആൻ പറഞ്ഞിട്ടില്ല. ഖുർആൻ ആകെ പറഞ്ഞത് തൗഹീദും റിസാലത്തും ആഖിറത്തിലും മുന്നിക്കൊണ്ടുള്ള പ്രബോധനമാണ്.
ആ പ്രബോധനം നിർവഹിക്കുന്നിടത്ത് പിൽക്കാലത്ത് വൈജ്ഞാനികമായി മനുഷ്യൻ കൈവരിച്ച പല അറിവുകളും നേരത്തെ ഖുർആൻ പ്രവചിച്ച കാര്യങ്ങളിലൂടെ വന്നുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രൊഫസർ തെഗറ്റാറ്റസൻ ഖുർആന്റെ ഈ പരാമർശം നിരീക്ഷിച്ചു. എന്താ ഖുർആൻ പറയുന്നത്? മനുഷ്യൻ നരകത്തിൽ കിടക്കുമ്പോ, നരകത്തിൽ നിഷേധികൾ അകപ്പെടുന്ന ഘട്ടത്തിൽ അവരുടെ ആ തൊലിക്ക് വേദന ആവർത്തിച്ചുകൊണ്ട് അനുഭവിക്കണം. അതിനുവേണ്ടിയാണ് ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ, പകരം തൊലിയെ അല്ലാഹു തആല പകരമാക്കി നൽകുമെന്ന് പറയുന്നത്. സഹോദരങ്ങളെ, ഇത്തരം വചനങ്ങളിൽ പ്രചോദിതമായി കൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ ആ വൈദ്യശാസ്ത്രജ്ഞൻ ഇസ്ലാം സ്വീകരിക്കുന്നതും അത് അദ്ദേഹം റിയാദിലെ 8ാം വൈദ്യശാസ്ത്ര സമ്മേളനത്തിൽ തുറന്നു പറയുന്നുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാനുണ്ടായ അദ്ദേഹത്തിന്റെ പ്രചോദനം എന്തായിരുന്നുവെന്ന്. അങ്ങനെ ഖുർആനിലെ ഓരോ വചനങ്ങളും ബഹുമാന്യനായ സാഹിബ് കൂടി വരുന്നുണ്ട്. ഞാൻ സംഘാടകർക്ക് വേണ്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ഏതായാലും ഖുർആനിലെ ഓരോ വചനങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കുമ്പോഴും അതുപോലെയാണ് പിൽക്കാലത്ത് മനുഷ്യൻ മനസ്സിലാക്കിയ പല കാര്യങ്ങളും ഖുർആനികമായ പഠനങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്നു. സൂറത്തുൽ ഖിയാമ 3-4 വചനങ്ങൾ അത് പഠിച്ചു നോക്കി. എന്താണ് അല്ലാഹു പറയുന്നത്? അയഹ്സബുൽ ഇൻസാനു അല്ലം നജ്മഅ ഇളാമ ബലാ ഖാദിരീന അലാ അൻ നുസബ്ബിയ ബനാന. ഇതും പരലോകവുമായി പുനരുദ്ധാനവുമായി ബന്ധപ്പെട്ടുള്ള പരാമർശമാണ്. അല്ലാഹു ചോദിക്കുകയാണ്, അയഹ്സബുൽ ഇൻസാനു, മനുഷ്യൻ വിചാരിക്കുന്നുവോ, അല്ലം നജ്മഅ ഇളാമ, അവന്റെ എല്ലുകൾ ഒരുമിച്ച് കൂട്ടുകയില്ലെന്ന്. എന്താണ് അവരുടെ ചോദ്യം? എന്താണ് പരലോക നിഷേധികളുടെ ചോദ്യം? മനുഷ്യൻ എല്ലും തോലുമായി മാറിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു പുനരുദ്ധാനമോ എന്നതാണ് ചോദ്യം. ആ ചോദ്യത്തെയാണ് ഖുർആൻ വിമർശിക്കുന്നത്. ആ ചോദ്യത്തിനുള്ള മറുപടിയാണ് ഖുർആൻ നൽകുന്നത്. അയഹ്സബുൽ ഇൻസാനു വല്ലം നജ്മഅ ഇളാമ, അവൻ ദ്രവിച്ചു കഴിഞ്ഞാലും അവന്റെ എല്ലുകൾ ഒരുമിച്ച് കൂട്ടുകയില്ലെന്നാണോ മനുഷ്യർ വിചാരിക്കുന്നത്? അല്ലാഹു പറയാണ്, അവന്റെ വിരൽ തുമ്പുകളെ ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് പടച്ചവൻ. ഒരാൾ മരിച്ചു മണ്ണും അസ്ഥികളുമായി ദ്രവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമോ എന്ന് ചോദിച്ചവരോട് അല്ലാഹു മറുപടി പറയുകയാണ്, അല്ലാഹുവിന്റെ കഴിവുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ ചോദ്യം ചോദിക്കുന്നത്. അവന്റെ വിരൽ തുമ്പുകളെ ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് പടച്ചവൻ. കോടാനുകോടി മനുഷ്യരുടെ വിരൽ തുമ്പുകളെ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ അത് പൂർണ്ണമായും വ്യത്യസ്തമാണ്. ഈ പഠനം 1880-ൽ ശാസ്ത്രജ്ഞനായ സർ ഫ്രാൻസിസ് ഗോൾട്ട് എന്ന് പറയുന്ന ആ വലിയ പ്രതിഭയുടെ കണ്ടെത്തലാണ്. മനുഷ്യരുടെ ഓരോരുത്തരുടെയും വിരൽ തുമ്പുകൾ വ്യത്യസ്തമാണെന്നുള്ള കണ്ടെത്തൽ. പിന്നീട് ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. ഏതായാലും 1880-ൽ സർ ഫ്രാൻസിസ് ഗോൾട്ട് എന്ന് പറയുന്ന ശാസ്ത്രകാരൻ മനുഷ്യന്റെ വിരൽ തുമ്പുകളെ സംബന്ധിച്ച് ആ അഭിപ്രായം പിൽക്കാലത്ത് പറഞ്ഞുവെങ്കിൽ നേരത്തെ ഖുർആൻ പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ. മറ്റൊരു കാര്യം പറയാൻ വേണ്ടി, പുനരുദ്ധാനത്തെ സംബന്ധിച്ച് പറയാൻ വേണ്ടി പറയുന്ന ആ വചനത്തിന്റെ അതിന്റെ ഉള്ളടക്കത്തിൽ ഇത് കടന്നു വന്നു. ബലാപാദിരീന അലാ അൻ നുസബ്ബിയ ബനാന. 600 കോടി മനുഷ്യരെ പരിശോധിച്ചാൽ 600 കോടി വിരലടയാളങ്ങൾ കാണാൻ കഴിയും. ഇന്നിപ്പോൾ തള്ളവിരൽ പ്രമാണത്തിൽ പതിച്ചുകൊണ്ട് രജിസ്ട്രേഷൻ നടത്തുന്നു. പോലീസ് കുറ്റവാളികളെ കണ്ടെത്താൻ വിരലടയാളം പരിശോധിക്കുന്നു. നോക്കി നിങ്ങൾ, 1400 വർഷങ്ങൾക്കപ്പുറം ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ മനുഷ്യനെയും ഈ പ്രപഞ്ചത്തെയും ഈ അണ്ടഘടാഹങ്ങളെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു പോകുന്ന പടച്ചവന്റെ അടുക്കൽ നിന്നല്ലാതെ ഇത്തരം വചനങ്ങൾ ഉണ്ടാവുമോ? അത് മനുഷ്യൻ പറയുന്ന വർത്തമാനമാണെന്ന് പറയാൻ കഴിയുമോ? അങ്ങനെ മനുഷ്യൻ എത്ര മുന്നോട്ട് പോയാലും, മനുഷ്യൻ എവിടെയൊക്കെ എത്തിപ്പെട്ടാലും, മനുഷ്യൻ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളിൽ എത്തിപ്പെട്ടാലും, ഏത് ചന്ദ്രയാൻ നിരീക്ഷണങ്ങളിലേക്കും എത്രമാത്രം ബഹിരാകാശ യാത്രകളിലേക്കും മനുഷ്യൻ മുന്നോട്ട് വന്നാലും അവിടെയെല്ലാം ഖുർആനിലേക്കും അല്ലാഹുവിലേക്കും മനുഷ്യൻ എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. ചിന്തിക്കുന്ന മനുഷ്യൻ, അതാണ് അല്ലാഹുവിന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ നാമത്തിൽ ഗ്രന്ഥം വായിക്കുമ്പോൾ മാത്രമല്ല, ഗ്രന്ഥം വായിക്കാൻ അറിയാത്ത, അക്ഷരമറിയാത്ത പ്രവാചകനോടാണല്ലോ വായിക്കാൻ പറഞ്ഞത്. ഗ്രന്ഥം വായിക്കുക എന്നത് മാത്രമായിരുന്നു അതിന്റെ സന്ദേശം. മറിച്ച് ഈ പ്രപഞ്ചത്തെ വായിക്കുക, ഈ
ഈ പ്രപഞ്ചത്തെ വായിക്കുന്ന മനുഷ്യൻ അല്ലാഹുവിലേക്ക് എത്തിപ്പെടുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. നിശ്ചയം ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും ചിന്തിക്കുന്ന ആളുകൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ചിന്തിക്കുന്നവർക്ക് ഇതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട്. മനുഷ്യന്റെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് രണ്ട് സാമ്പിളുകൾ നമുക്കറിയാം. വിശുദ്ധ ഖുർആനിൽ ഒരു പരാമർശം സൂറത്തു ദാരിയാത്ത് 47-ാം വചനത്തിൽ അല്ലാഹു പറയാൻ, വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ വഇന്നാ ലമുസ്ഇഊൻ. വസ്സമാഅ ബനൈനാഹാ ബിഐദിൻ, ആകാശത്തെ നാം നമ്മുടെ കരങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. അല്ലാഹു പറയാൻ, വഇന്നാ ലമുസ്ഇഊൻ, നിശ്ചയം നാം അതിനെ വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നു. ആകാശത്തെ വിശാലമാക്കിക്കൊണ്ടിരിക്കുന്നു. ആകാശത്തെ വിശാലമാക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രപഞ്ചത്തെ വിശാലമാക്കുക എന്നതാണ് അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത് എന്ന രീതിയിലുള്ള ധാരാളം വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാകുമ്പോൾ ഈ പ്രപഞ്ചം നിരന്തരമായിട്ട് വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. പ്രപഞ്ചം നിരന്തരമായിട്ട് വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും ആധുനികമായ കണ്ടെത്തലാണ്. 20-ാം നൂറ്റാണ്ടിലെ ഭൗതിക വിപ്ലവങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു 2018 ഈ ലോകത്തോട് വിട പറഞ്ഞ, നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മഹാനായ ഒരു ശാസ്ത്രജ്ഞന് വീൽ ചെയറിൽ ഇങ്ങനെ യാത്ര ചെയ്തിരുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്ന വലിയൊരു ശാസ്ത്രജ്ഞനെ പലരും പറയാറുണ്ട്, ഈ ശാസ്ത്രകാരൻ കുറച്ചുകൂടി കാലം ഭൂമിയിൽ ജീവിച്ചിരുന്നുവെങ്കിൽ ലോകത്ത് പല അത്ഭുതങ്ങളും ഉണ്ടാകുമായിരുന്നു, അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളിലും നിരന്തര മാറ്റങ്ങൾ വരുമായിരുന്നു എന്ന് അദ്ദേഹത്തെ സംബന്ധിച്ച് അഭിപ്രായപ്പെടാറുണ്ട്. ഏതായാലും 2018 ലോകത്തോട് വിട പറഞ്ഞ ശാസ്ത്രജ്ഞൻ സ്റ്റീഫൻ ഹോക്കിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇത് ആധുനികമായ കണ്ടെത്തലാണ്, പ്രപഞ്ചം വികസിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ. പക്ഷേ ശാസ്ത്രജ്ഞർ ദൂരദർശിനി പോലും കണ്ടുപിടിക്കുന്നതിന്റെ മുമ്പ് പറഞ്ഞതാണല്ലോ, ഈ പ്രപഞ്ചം വികസിച്ചു കൊണ്ടിരിക്കുന്നു, വിശാലമായി കൊണ്ടിരിക്കുന്നു എന്ന ഖുർആനിക വചനം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫുർഖാൻ 53-ാം വചനത്തിൽ അല്ലാഹു പറയുന്നു, വഹുവല്ലദീ മറജൽ ബഹ്റൈൻ ഹാദാ അൽകുൻ ഖുറാത്തുൻ വഹാദാ മിൽഹുൻ ഉജാദ് വജഅല ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറാ. വഹുവല്ലദീ മറജൽ ബഹ്റൈൻ, രണ്ട് ജലാശയങ്ങളെ സ്വതന്ത്രമായി ഒഴുകാൻ അനുവദിച്ചവനാണ് അല്ലാഹു. ഹാദാ അൽകുൻ ഖുറാത്ത്, ഇതാ ഒരു വശത്ത് സ്വച്ഛമായിട്ടുള്ള ശുദ്ധവെള്ളം, വഹാദാ മിൽഹുൻ ഉജാദ്, മറുവശത്ത് അരോചകമായിട്ടുള്ള ഉപ്പുവെള്ളം, വജഅല ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറാ. ആ രണ്ട് ജലാശയങ്ങൾക്കിടയിൽ അല്ലാഹു തആല ഒരു മറയെ നിശ്ചയിച്ചിരിക്കുന്നു, ശക്തമായ ഒരു തടസ്സത്തെയും അല്ലാഹു തആല നിശ്ചയിച്ചിരിക്കുന്നു. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇപ്രകാരം പറയാം, അതായത് ശക്തമായ ഒഴുക്കുള്ള നദികൾ സമുദ്രത്തിൽ പതിക്കുന്നിടത്ത് തിരമാലകളെയും വേലിയേറ്റത്തെയും അതിജീവിച്ചുകൊണ്ട് നദീജലം സമുദ്രജലത്തിൽ കലരാതെ വളരെ ദൂരം ഒഴുകുന്നത് കാണാൻ കഴിയും. നദീജലവും സമുദ്രജലവും സംഗമിക്കുന്ന പലയിടങ്ങളിലും നദീജലം സമുദ്രജലത്തിൽ കലരാതെ വളരെ ദൂരം ഒഴുകുന്ന പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങൾ, ഒരുപക്ഷെ എന്റെ ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ അവരെ തന്നെ പലപ്പോഴും അത്തരം ദൃശ്യങ്ങൾ കണ്ടവരും അത്തരം ദൃശ്യങ്ങൾ കാണാൻ പോയവരുമായി ഉണ്ടാകും. പക്ഷേ ഇതെല്ലാം ആധുനികമായ കണ്ടെത്തലാണ്. 18-ാം നൂറ്റാണ്ടിൽ ഡാനിയൽ ബെർണോളി എന്ന് പറയുന്ന ശാസ്ത്രകാരൻ ഹൈഡ്രോളികം അഥവാ ജലതന്ത്രം എന്ന ശാസ്ത്രശാഖ രൂപപ്പെടുത്തിയതിനു ശേഷമാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ജലാശയങ്ങളിൽ ഉണ്ടെന്ന് പറഞ്ഞത്. ഒരുമിച്ച് ചേരും, പക്ഷേ ഉപ്പുവെള്ളവും ശുദ്ധജലവും പരസ്പരം കൂടിക്കലരുന്നില്ല. അതൊരു അത്ഭുത പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തെ സംബന്ധിച്ച് ഇത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തമാണ്, ഇത് തൗഹീദിന്റെ ദൃഷ്ടാന്തമാണ്. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിച്ച് നിയന്ത്രിച്ചു പോകുന്നവൻ അല്ലാഹുവാണ് എന്നത് തെളിയിക്കാൻ വേണ്ടി പ്രാപഞ്ചിക ദൃഷ്ടാന്തമായിട്ടാണ് അല്ലാഹു തആല വഹുവല്ലദീ മറജൽ ബഹ്റൈൻ ഹാദാ അദ്ബുൻ ഖുറാത്തുൻ വഹാദാ മിൽഹുൻ നുജാദ് വജഅല ബൈനഹുമാ ബർസഖൻ വഹിജ്റൻ മഹ്ജൂറാ. സഹോദരങ്ങളെ, ആരും തെറ്റിദ്ധരിക്കരുത് എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ചോദിക്കും, ആ ചോദ്യം വളരെ ന്യായവുമാണ് എന്ന് പറഞ്ഞാൽ കുറെ ശാസ്ത്രകാര്യങ്ങൾ പഠിച്ച ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്നതാണ് ഖുർആൻ. ഒരിക്കലും ഞാൻ അങ്ങനെ പറയുന്നില്ല. പക്ഷേ മനുഷ്യന്റെ വൈജ്ഞാനികമായ വികാസത്തിനനുസരിച്ച് ഈ ഖുർആന്റെ ദൈവികത ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് അത് കൂടുതൽ ബോധ്യമാകും. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും പറയുന്നു, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ നാമത്തിൽ വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. എഴുത്തും വായനയും അറിയാത്ത ഉമ്മിയായ പ്രവാചകൻ
ആ പ്രവാചകൻ അവതീർണമായ ഗ്രന്ഥത്തിൽ ഇത്തരം കാര്യങ്ങളുള്ളപ്പോ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചർച്ചയും ലോകത്ത് നിലനിൽക്കാത്ത കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനിൽ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോ അല്ലാഹുവിന്റെ വജൂദും വഹദാനിയത്തും റിസാലത്തും ആഖിറത്തും സ്ഥാപിക്കാൻ വേണ്ടിയുള്ള വചനങ്ങളാണെങ്കിൽ സഹോദരങ്ങളെ അവിടെയും ഈ ഖുർആന്റെ നിരന്തരമായി നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. അതൊന്നും ഒരു ശാസ്ത്രകാരി അറിയാത്ത കാട്ടറബിക്കും ബോധ്യമാവുന്ന രീതിയിൽ ഖുർആൻ പറഞ്ഞു. വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം എന്താ? സൂറത്തുർ റൂം. സൂറത്തുർ റൂമിന്റെ പശ്ചാത്തലം എന്താ? റോമിന്റെ വിജയത്തെ സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകുന്ന അധ്യായം. റോമും പേർഷ്യയും തമ്മിൽ പരസ്പരം പോരടിക്കുന്ന കാലം. പേർഷ്യ വിജയിച്ചു. പേർഷ്യക്കാരെന്ന് പറയുന്നത് അഗ്നിയാരാധകരും അതുപോലെ തന്നെ രാഷ്ട്രീയമായും ഭൗതികമായും മുസ്ലിങ്ങളോട് വലിയ എതിർപ്പും വിയോജിപ്പുമുള്ള ആളുകളായിരുന്നു. ഈ കാലഘട്ടത്തിലാണ് റോമിന്റെ വിജയത്തെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടുള്ള ഖുർആൻ വചനങ്ങൾ ഇറങ്ങുന്നത്. അലിഫ് ലാം മീം ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർദ് വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ എന്ന വചനങ്ങൾ. റോം ഇപ്പോൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റോം വിജയിക്കുക തന്നെ ചെയ്യും. ഖുർആനിലെ ഈ വചനങ്ങൾ ശ്രദ്ധിക്കണം. ഖുർആൻ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത് ഈ ബിദഅ് എന്നാണ്. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ബിദഅ് എന്ന അറബി പദത്തിന്റെ അർത്ഥം 3 മുതൽ 9 വരെയുള്ള അക്കങ്ങൾക്കാണ് അത് ഉപയോഗിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ ആ വിജയം 3 വർഷം മുതൽ 9 വർഷം വരെ ആ കാലയളവിനുള്ളിൽ അത് സംഭവിച്ചിരിക്കണം. മുസ്ലിങ്ങളോട് ചിലർ വെറ്റുവെക്കാൻ നമ്മുടെ നാട്ടിൽ പറയും. എന്ന് പറഞ്ഞാൽ പന്തയം വെക്കുക. പന്തയം നിരോധിച്ചിട്ടില്ലാത്ത ഒരു കാലമായിരുന്നു അത്. ഇസ്ലാം പന്തയം നിരോധിക്കുന്നത് മദീനയിൽ വെച്ചാണ്. മക്കയിൽ വെച്ച് അവതീർണമായിട്ടുള്ള ഈ വചനങ്ങളിൽ ഇറങ്ങുമ്പോ ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന ഇസ്ലാമിന്റെ വിരോധികളിൽപ്പെട്ടയാൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായി പന്തയം വെച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സഹോദരങ്ങളെ എന്താണ് അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്ന ഖുർആന്റെ ഈ പ്രവചനം തുടരുമോ എന്നാണ് ചോദിക്കുന്നത്. എന്നാൽ ഖുർആനിലെ ഈ വചനങ്ങൾ ഇറങ്ങുന്നത് AD 615 ഖുർആനിന്റെ ഈ പ്രവചനം AD 622 റോമിന്റെ വിജയത്തോടുകൂടി പുലർന്നു എന്നുള്ളതാണ്. AD 615 ഇറങ്ങിയ വചനങ്ങൾ റോമിന്റെ വിജയം ഉണ്ടാവുന്ന AD 622 9 കൊല്ലത്തിനപ്പുറത്തേക്ക് പോയിരുന്നുവെങ്കിൽ ഈ ഖുർആന്റെ അമാനുഷികത അവർക്ക് ചോദ്യം ചെയ്യാമായിരുന്നു. അങ്ങനെ എല്ലാവർക്കും ബോധ്യമാവുന്ന ധാരാളം തെളിവുകൾ, ഏത് മനുഷ്യനും ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഇത് അല്ലാഹുവിന്റെ സംസാരമാണെന്ന് ബോധ്യമാവുന്ന ധാരാളം തെളിവുകൾ ഫിർഔന്റെ ജഡവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയാറുണ്ട്. ഖുർആൻ പറഞ്ഞു 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു പറയാണ് സൂറത്ത് യൂനുസ് 92-ാമത്തെ വചനത്തിൽ ഫൽയൗമ നജീക ബിബദനിക ലിതകൂന ലിമൻ ഖൽബക ആയ. ഒരു ദിവസം നാം നിന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തും. ഫിർഔനെ സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയാം, ഒരു ദിവസം നാം നിന്റെ ശരീരത്തെ രക്ഷപ്പെടുത്തും. ലിതകൂന ലിമൻ ഖൽബക ആയ. നീ പിൽക്കാലത്ത് വരുന്ന ഏകാധിപതികൾക്ക് ഒരു ദൃഷ്ടാന്തമായി, ഒരു മുന്നറിയിപ്പായി മാറണം ഫിർഔൻ. അന്ന് ഫിർഔന്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നില്ല. റംസിസ് രണ്ടാമൻ എന്ന് പറയുന്ന ഫിർഔൻ, ആ ഫിർഔന്റെ 202 സെന്റിമീറ്റർ നീളമുള്ള ഭൗതിക ശരീരം ഈജിപ്ഷ്യൻ പുരാവസ്തു കേന്ദ്രത്തിൽ നിന്നുണ്ട്. പല ആളുകളും കണ്ടിട്ടുണ്ടാവും. ആരാണത് കണ്ടെത്തിയത് കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആരാണത് കണ്ടെത്തിയത്? 1889 പ്രൊഫസർ ലോറൻ എന്ന് പറയുന്ന ഒരു ഗവേഷകനായിരുന്നു അത് കണ്ടെത്തിയത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഖുർആൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാണ്. അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി നിരന്തരമായിട്ട് നമ്മൾ പഠിക്കുമ്പോ ഈ ഖുർആൻ അല്ലാഹുവിന്റെ വചനങ്ങളാണെന്ന് കൂടുതൽ നമ്മെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള സൂക്ഷ്മമായ പഠനം, തീർച്ചയായിട്ടും ആ രീതിയിലുള്ള പഠനമായി നമ്മുടെ പഠനം മാറേണ്ടതുണ്ട്. അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഖൈറുകും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇന്നാ അൻസൽനാഹു ഖുർആനൻ അറബിയ്യൻ ലഅല്ലകും തഅഖിലൂൻ. അറബി ഭാഷയിലുള്ള ഈ ഖുർആൻ നിശ്ചയം നാമാണ് ഇതിനെ ഇറക്കിയത്, ഇത് അല്ലാഹു ഇറക്കിയതാണെന്ന് നിരന്തരം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ഖുർആന്റെ പഠനം. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ. ഈ ഗ്രന്ഥം, ആ ഗ്രന്ഥം ഒരു സംശയവും വേണ്ട,
അത് മുത്തഖീങ്ങൾക്ക്, അല്ലാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അത് സന്മാർഗമാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഈ ഖുർആൻ നമ്മുടെ വീട്ടിൽ, നമ്മുടെ അലമാരയിൽ ഉണ്ടായിട്ട് മാത്രം പോരാ. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ, ആ ഖുർആൻ കൂടുതൽ അനുഭവവേദ്യമാവണമെങ്കിൽ അത് നമ്മൾ പഠിക്കുക തന്നെ വേണം. അതുകൊണ്ടാണ് ചോദിച്ചത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹൽ യൻഫഉൽ ഖുർആൻ ഇല്ലാ ബിൽ ഇൽമ്. അറിയാതെ, പഠിക്കാതെ നിങ്ങൾക്ക് ഖുർആൻ പ്രയോജനപ്പെടുത്താൻ കഴിയുമോ? ഖുർആൻ എന്ന് മാത്രമല്ല, ലോകത്തിലെ ഒരു ഗ്രന്ഥവും പഠിക്കാതെയും അറിയാതെയും പ്രയോജനപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഖുർആൻ പഠിക്കുക, കഴിവിന്റെ പരമാവധി പ്രാവർത്തികമാക്കുക. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, സാമൂഹിക ജീവിതത്തിൽ, നമ്മുടെ എല്ലാ മേഖലകളിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറഞ്ഞതുപോലെ ഈ ഖുർആന്റെ പ്രഥമ സംബോധിതനായ പ്രവാചകൻ, ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പ്രവാചക പത്നിമാര് പറയുന്നുണ്ടല്ലോ, കാന ഖുർആനൻ യംശി അലൽ അർദ്, ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. കാന ഖുലുഖുഹു ഖുർആന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം, പ്രവാചകന്റെ പെരുമാറ്റം, പ്രവാചകന്റെ ജീവിത രീതികൾ ഖുർആനായിരുന്നു. നമ്മുടെ സ്വഭാവം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ജീവിത രീതികളെല്ലാം ഖുർആനായി മാറ്റുവാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ്. ആ ഖുർആനെ ഏതെങ്കിലും ഒരു മേഖലയിൽ മാത്രം പരിമിതപ്പെടുത്താൻ കഴിയില്ല. അത് മതജീവിതത്തിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടുന്ന, ആത്മീയ ജീവിതത്തിൽ മാത്രം പരിമിതപ്പെടുത്തേണ്ടുന്ന, കുടുംബകാര്യങ്ങളിലോ ആരാധനാകാര്യങ്ങളിലോ മാത്രം തളച്ചിടപ്പെടേണ്ടുന്ന നിർദ്ദേശങ്ങളല്ല ഖുർആനിലുള്ളത്. അങ്ങനെ തളച്ചിട്ട് കഴിഞ്ഞാൽ അതാണ് അല്ലാഹു ചോദിക്കുന്നത്, ഖുർആനിലെ ചില വചനങ്ങൾ വിശ്വസിക്കുകയും ചിലതിനെ നിരാകരിക്കുകയുമാണോ നിങ്ങൾ ചെയ്യുന്നത്? അങ്ങനെ ചിലതിനെ വിശ്വസിക്കുകയും ചിലതിനെ നിരാകരിക്കുകയും ചെയ്താൽ അക്കൂട്ടർക്ക് പരലോകത്തെ പരാജയവും ഇഹലോകത്തെ വലിയ നിന്ദ്യതയുമാണ് ഏറ്റുവാങ്ങാൻ പോകുന്നത്. അക്കൂട്ടർ ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ്. അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ അല്ലാഹുവിന്റെ വചനങ്ങൾ വളരെ കൃത്യമായിട്ട് വിശദമായി വിശദീകരിച്ചതിന് ശേഷം ആ വചനങ്ങളെ ഒളിപ്പിച്ചു വെക്കുന്ന ആളുകൾ, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ ഉലൈക മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹു വയൽഅനുഹുമുൽ ലാഇനൂൻ. അവരെ അല്ലാഹു തആല ശപിക്കുന്നതാണ്. ശപിക്കുന്ന ആളുകൾ മുഴുവൻ അവരെ ശപിക്കുകയാണ്. അല്ലാഹുവിന്റെ ശാപം മാത്രമല്ല, അല്ലാഹുവിന്റെ മലക്കുകൾ എല്ലാവരുടെയും കോപമാണ് അവർ ഏറ്റുവാങ്ങുന്നത്. എന്താണ് അവർ ചെയ്തത്? ഖുർആൻ അത് മതജീവിതത്തിൽ, അത് മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിൽ മാത്രം ഉണ്ടായാൽ മതി. ഖുർആൻ പൊതുജീവിതത്തിലേക്ക് ഇറങ്ങേണ്ടതില്ല. പൊതുജീവിതത്തിലേക്ക് ഖുർആൻ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ, ഖുർആൻ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ അത് ഭീകരതയാണ്, അത് മതരാഷ്ട്രവാദമാണ്, അതല്ലെങ്കിൽ അത് അധികപ്പറ്റാണ് എന്ന് ഖുർആന്റെ വാഹകരെ സംബന്ധിച്ചിടത്തോളം പറയുക സാധ്യമല്ല. കാരണം ഖുർആനായി, ഭൂമിയിലൂടെ നടക്കുന്ന ഖുർആനായിട്ട് മാറാനാണ് പറഞ്ഞിട്ടുള്ളത്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ലില്ലാഹി അഹ്ലീന മിനന്നാസ്, നിശ്ചയം അല്ലാഹു തആലക്ക് ജനങ്ങളിൽ ചില പ്രത്യേക ആളുകളുണ്ട്, അഹ്ലികാരുണ്ട്. അല്ലാഹുവിന്റെ പ്രത്യേകം അഹ്ലികാരായ ആളുകൾ. സ്വഹാബിമാരെ ചോദിച്ചു, പ്രവാചകരെ, ആരാണ് അല്ലാഹുവിന്റെ പ്രത്യേകം ആളുകൾ? അല്ലാഹുവിന്റെ അഹ്ലികാരായ ആളുകൾ. ഹും അഹ്ലുൽ ഖുർആൻ, അവരെ ഖുർആന്റെ ആളുകളാണ്. അഹ്ലുല്ലാഹി വഖാസതു, അവർ അല്ലാഹുവിന്റെ ആളുകളാണ്, അല്ലാഹുവിന്റെ പ്രത്യേകക്കാരായ ആളുകളാണ്. തീർത്തും സ്വഹീഹായ പ്രവാചക വചനം. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ആളുകൾ, ഖുർആൻ പഠിക്കുന്നവർ, ഖുർആൻ പഠിപ്പിക്കുന്നവർ. കുൻ ആലിമൻ ഔ മുതഅല്ലിമൻ ഔ മുസ്തമിഅൻ ഔ മുഹിബ്ബൻ ഫലാ തകുൻ ഖാമിസ. നീ ഒന്നുകിൽ ഖുർആന്റെ പണ്ഡിതനാവണം, അതല്ലെങ്കിൽ ഖുർആന്റെ വിദ്യാർത്ഥിയാവണം, അതല്ലെങ്കിൽ ഖുർആന്റെ ശ്രോതാവാവണം, അതല്ലെങ്കിൽ ഖുർആനെ സ്നേഹിക്കുന്നവനാവണം. അഞ്ചാമത്തെ ഒരാളായിട്ട് നീ മാറരുത്. എപ്പോഴും ഖുർആനോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ, ഖുർആൻ പഠിപ്പിക്കുന്ന ആളുകൾ, ഖുർആൻ പഠിക്കുന്ന ആളുകൾ. അത് പൂർണ്ണമായിട്ടും പഠിച്ചു തീരുന്ന ഒരു കാര്യവുമല്ല. അതിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ മരിച്ചു പോവുക. ഞാനും അത് പഠിക്കുകയാണ്, നിങ്ങളും അത് പഠിക്കുകയാണ്. നമ്മൾ മരിച്ചുകൊണ്ടിരിക്കുന്ന, മരിക്കാൻ പോകുന്ന അവസ്ഥയിലും അതിന്റെ പഠിതാക്കളാണെങ്കിൽ അത് പഠിക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടാണല്ലോ വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫ് അവസാനിപ്പിക്കുന്നത്. പ്രവാചകരെ, നിങ്ങൾ പറയുക, ലൗ കാനൽ ബഹ്റു മിദാദൻ ലികലിമാതി റബ്ബി, സമുദ്രം എന്റെ രക്ഷിതാവിന്റെ വചനങ്ങളുടെ വിശദീകരണം എഴുതാൻ മഷിയായിട്ട് ഉപയോഗിച്ചാൽ, ലനഫിദൽ ബഹ്റു ഖബല അൻ തൻഫദ കലിമാതു റബ്ബി, എന്റെ രക്ഷിതാവിന്റെ വചനങ്ങളുടെ വിശദീകരണം അവസാനിക്കുന്നതിന്റെ മുമ്പ് സമുദ്രത്തിലെ ജലാശയം വറ്റിപ്പോകും. അതാണ് ഖുർആൻ. അത് പഠിച്ചു തീരുന്നില്ല, അതിന്റെ വിശദീകരണം മനസ്സിലാക്കി തീരുന്നില്ല.
പക്ഷേ പഠിച്ച കാര്യങ്ങൾ അത് ജീവിതത്തിൽ അനുഭവിക്കുക, അതോടൊപ്പം കഴിവിന്റെ പരമാവധി എല്ലാ മേഖലയിലും അത് പ്രാവർത്തികമാക്കുക. അതിന് ഈ ഖുർആൻ സമ്മേളനം നമുക്കൊരു പ്രചോദനമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയത് അല്ലാഹു നമ്മുടെ പറയലും കേൾക്കലുമെല്ലാം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ഖുർആൻ കഴിവിന്റെ പരമാവധി പഠിക്കാനും ജീവിതത്തെ എല്ലാ മേഖലയിലും, നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ മക്കളുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നാളെ അല്ലാഹു തആല ചില മാതാപിതാക്കളെ കൊണ്ടുവരും, എന്നിട്ട് അവർക്ക് ആദരവിന്റെ കിരീടവും ആദരവിന്റെ വസ്ത്രവും ധരിപ്പിക്കുകയാണ്. അവര് ചോദിക്കുന്നു, പടച്ചവനെ എന്തിനാണ് ഇത് ഞങ്ങളെ ധരിപ്പിച്ചിട്ടുള്ളത്? അല്ലാഹുവോട് പറയുകയാണ്, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചതിനു വേണ്ടി, അങ്ങനെ ഖുർആൻ മക്കളെ പഠിപ്പിക്കുന്ന മാതാപിതാക്കളായി മാറാൻ റബ്ബ് തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ അല്ലാഹു തആല കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കൃഷിയിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ഉദ്യോഗ വരുമാന മാർഗങ്ങളിലും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പലസ്തീനിൽ നിലനിൽക്കുന്ന സമാധാനം അല്ലാഹു ശാശ്വതമായി നിലനിർത്തി പെരുമാറാവട്ടെ, നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.